ദൈവമേ, സച്ചിദാനന്ദ ഗുരുപരമ്പരകളുടെ മഹത്വം കൊണ്ട് എൻ്റെ ഗുരുത്വത്തിൽ പ്രകാശം നിറച്ചു തരയണമേ ഭഗവാനെ. ജീവിതം ഒരു ചോദ്യ ഉത്തരത്തിലാണ്. മനുഷ്യജീവിതം മാത്രമാണ് ഒരു ചോദ്യവും ഉത്തരവുമായി ജീവിക്കുന്നത്. എല്ലാവരും ആ മാർഗത്തിൽ കൂടി ആ ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ച് പോകുവാൻ മനസ്സ് പാകപ്പെടണമെന്നില്ല. എങ്ങനെയോ ഒരു മനുഷ്യജന്മം സംജാതമായി ഒരു ജന്തുവായി ആണ് ഇരുകാലി ഒരു ജന്തുവായാണ് ഭൂമിയിൽ ഞാനുൾപ്പെടെ സർവരും ഉടലെടുത്ത് വരുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് അറിവുണ്ട്, ആരൊക്കെയോ നമ്മെ സഹായിക്കുന്നുണ്ട്, എന്തൊക്കെയോ നമുക്ക് ആവശ്യമുണ്ട്. ഇതെല്ലാം നമുക്ക് പുണ്യം കൊണ്ട്, പൂർവജന്മ സുകൃതം കൊണ്ട് ചിലർക്ക് കിട്ടുന്നു, ചിലർക്ക് കിട്ടാറില്ല. അപ്പോൾ ഒരു തട്ട് കിട്ടുമ്പോഴാണ് ഒരു തലോടലിൻ്റെ മഹിമ നാം അറിയുന്നത്. അന്വേഷണത്തിൻ്റെ ആവശ്യകത ഉടലെടുത്താൽ ഏത് ഉയിരിനും ഉണ്ടാവും. ഒരു ജന്തുതലത്തിൽ വന്ന് പിറവിയെടുക്കുന്ന ഒരു കുട്ടിയെ അവൻ്റെ ചുറ്റുപാടുകൾ, അവൻ്റെ സംസ്കാരങ്ങൾ, അവൻ്റെ മാതാപിതാക്കളുടെ സംസ്കാരം, അവൻ്റെ രാജ്യത്തിൻ്റെ, അവൻ നിൽക്കുന്ന ചുറ്റുവട്ടത്തിൻ്റെ എല്ലാം സംസ്കാരം കൊണ്ട് കുറച്ചൊക്കെ അറിവ് കിട്ടും. ഭൗതികമായും ആത്മീയമായും നാം അറിയേണ്ടതായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഞാനും ഭൗതിക അറിവാണ് കൂടുതൽ നേടിയത്. അതുകൊണ്ട് ഞാൻ പലതും പഠിച്ചു, പലതും പഠിച്ചില്ല. പക്ഷേ എന്തോ ഒരു കുറവ്. അപ്പോൾ ആ ജന്തുതലത്തിൽ നിന്ന് ഒരു സംസ്കാരത്തിൻ്റെ കുറവ്. പരിഷ്കാരം ഇന്നെല്ലാവരും കൊടുക്കാറുണ്ട്, അനുവർത്തിക്കാറുണ്ട്. പരിഷ്കാരം പുറമെയാണ്, സംസ്കാരം ഉള്ളാലാണ്. ജീവിതത്തെ സംസ്കരിച്ചെടുക്കുന്നതിൽ നിന്നാണ് ഒരു ഹിന്ദു ആയി ഉണരുന്നത്. ഒരു ജന്തു ഹിന്ദുവായി ഉണരുന്നു എങ്കിൽ അവൻ മഹാഭാഗ്യമുള്ളവനാണെന്നാണ് ഈയുള്ളവൻ്റെ ഇന്നത്തെ അറിവ്. ഒരു ഹിന്ദുവിന് മാത്രമേ ലോകത്തെ ഒന്നായി കാണാൻ കഴിയൂ. ജാതി, മത, ദേശ, രാഷ്ട്രീയ കാലഭേദമന്യേ സർവ്വതിലുമുള്ള സത്ത് എന്താണെന്നറിയണമെങ്കിൽ അവനൊരു ഹിന്ദുവായി ഭാരത സനാതനധർമ്മത്തെ പൂർവികർ പകർന്നു തന്ന വെളിച്ചത്തിലാണല്ലോ നമ്മളെല്ലാം വന്ന് പറന്നിരിക്കുന്നത്. അപ്പോൾ ഭാരതത്തിലൊരു മനുഷ്യജന്മം കിട്ടിയാൽ വിവേകമുള്ള മാതാപിതാക്കൾ പകർന്നു കൊടുക്കേണ്ട ഒരു മഹത്തായ അമൃതാണ് സംസ്കാരം. ഏതേതോ തലത്തിൽ നിന്ന് വെറും 10 മാസം കൊണ്ട് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ആ ഭ്രൂണം ഒരു ശിശുവായി ഭൂമിയിൽ പതിക്കുമ്പോൾ ആ ശിശുവിന് വളരെയധികം പരിമിതികളുണ്ട്. ഓരോ ജന്മങ്ങൾക്കും ഓരോ ജന്മവാസനകളുണ്ട്. പുതിയ സംസ്കാരമായിട്ട് പറിച്ചു നടുമ്പോൾ അവൻ്റെ ആവശ്യങ്ങളുണ്ട്. മാതാപിതാക്കൾക്ക് അവനെ മറ്റൊരു രീതിയിൽ വളർത്തണമെന്നുണ്ട്. സമൂഹം മറ്റൊരു രീതിയിൽ അവനെ വീക്ഷിക്കുന്നുണ്ട്. ആ ജന്തുതലത്തിൽ നിന്ന് അവനെ ഒരു ഹിന്ദു തലത്തിലേക്ക് വിടുവാൻ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ അനുഗ്രഹിക്കുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ഭാഗ്യം ആ കുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ ചെറുതിലെ തന്നെ ആ കുട്ടി വളരാതെ ഒരു നിവർന്ന പൗരുഷമുള്ള, ശാരീരികമായി
മാനസികമായി, ബൗദ്ധികമായി, ആത്മീയമായി ഉണരുവാൻ, ഉദിക്കുവാൻ ഈ ഹിന്ദുവിന് ലോകബന്ധുവാവാൻ കഴിയും എന്ന് നമ്മുടെ പൂർവീക സമ്പത്തുകൾ നമുക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നരേന്ദ്രന് വിവേകാനന്ദനാവാൻ കഴിഞ്ഞെങ്കിൽ, ഒരറിവുമില്ലാത്ത കാളിദാസന് ഒരു മഹാകവിയാവാൻ കഴിഞ്ഞെങ്കിൽ, ഒരു വിവരമില്ലാത്ത ഒരു അസുരഗുണമുള്ള ഒരു രത്നാകരന് ഒരു വാൽമീകി മഹർഷിയാവാൻ കഴിഞ്ഞെങ്കിൽ അതിലൊരു തപസ്സുണ്ട്, ഒരു ആ ശ്രമമുണ്ട്, അറിയാനുള്ള ശ്രമം. എന്തറിയണം? 3 ഘടകങ്ങൾ ഇവിടെ ഉണ്ട്. ദൃശ്യം, ദർശനം, ഇത് രണ്ടും ഇവിടെ ഉണ്ട്. എന്നിട്ട് ജ്ഞാനും ഇവിടെ ഉണ്ട്. ഞാനെന്ന് പറയാതെ ഒരു ജീവിക്കും അല്ലെങ്കിൽ ഒരു മനുഷ്യനും ഞാനെന്ന് അവകാശപ്പെടാതെ ജീവിക്കാൻ കഴിയില്ല. ഞാനുണ്ടെങ്കിലേ എൻ്റേതുള്ളൂ. ഈ ഞാനിന് 2 തലമുണ്ട്. അഹങ്കാരതലവും ഓംകാരതലവും, ഇരുട്ടിൻ്റെ തലവും വെളിച്ചത്തിൻ്റെ തലവും, ഇണക്കത്തിൻ്റെ തലവും പിണക്കത്തിൻ്റെ തലവും, അശാന്തിയുടെ തലവും ശാന്തിയുടെ തലവും. ഞാനൊരു അറിഞ്ഞോ അറിയാതെയോ ഒരു സത്യസ്വരൂപനെ അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ്, അന്വേഷിക്കുന്നവനാണ്. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ പ്രപഞ്ചം എനിക്ക് തരും എന്ന വിശ്വാസത്തിൽ ഞാൻ സർവത്ര ദേവീദേവന്മാരെയും സർവ്വജീവജാലങ്ങളെയും ഒത്തിണക്കിക്കൊണ്ട് ഉള്ളുകൊണ്ട് ഞാൻ എൻ്റെ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ ചെന്ന്, ഞാൻ ഒരു മൃഗതലത്തിൽ ചെന്ന് അവിടെ ചെന്ന് അഭയം പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഒരു അപ്പൂപ്പനായിട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ. കാര്യം എനിക്ക് ഉൾക്കാഴ്ചയില്ലാത്തതുകൊണ്ട് ആരെയും തിരിച്ചറിയാൻ എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അതാണ് ഈ ഉള്ളവൻ്റെ ഒരു പരിവർത്തനം. അദ്ദേഹം സ്വീകരിച്ച, അദ്ദേഹത്തെ മറ്റുള്ളവർ പറഞ്ഞ ഒരു നാമമാണ് ചിന്താലേശ്വരാത്മ. പരമപവിത്രമായ ആ അക്ഷരക്കൂട്ട്. എന്താണ് ചിന്ത, ആലയ, ആത്മ, സ്നേഹം? വാക്കുകൾ അംബികയാണല്ലോ, സരസ്വതിയാണല്ലോ, വികട സരസ്വതിയുമാണ്, അടിമേടിക്കാനും അനുഗ്രഹം കിട്ടാനും. അപ്പോൾ ആ ചിന്താലേശ്വരാത്മ സ്നേഹത്തിൽ നിന്ന് ആ വാമൊഴിയാൽ ആ ബോധസ്വരൂപൻ ബോധപൂർവം ഒരു വാക്ക് പറഞ്ഞു. അമ്പൂരി ദ്രവ്യപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഞാൻ അവിടെ ചെന്നിരുന്നിട്ടുണ്ട്. പോയാൽ വല്ലതും കിട്ടും. കാഴ്ച കണ്ണില്ലാത്ത കുരുടന് കിട്ടിയ ഒരു അമൂല്യമായ നേർവഴി ചൂണ്ടിക്കാണിച്ച ഒരു പുണ്യസങ്കേതമാണ് അമ്പൂരി ദ്രവ്യപ്പാറ ദക്ഷിണാമൂർത്തി ഗുഹാക്ഷേത്രം. അപ്പോൾ ദക്ഷിണാമൂർത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സനാതനധർമ്മത്തിൻ്റെ ആദി ഗുരു എന്ന് നമ്മൾ വായിച്ചു പഠിച്ചിട്ടുണ്ട്, കേട്ട് പഠിച്ചിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി, ഗുരുക്കന്മാരുടെ ഗുരു. അമ്പൂരി ദ്രവ്യപ്പാറ. അതെ, ഈ ദ്രവ്യമാണല്ലോ സാധാരണ ആൾക്കാർക്ക് അനുഗ്രഹമെന്ന് തോന്നുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ്, പെണ്ണ്, പൊന്ന്, ഈ കാണുന്ന ദ്രവ്യങ്ങളെല്ലാം എൻ്റേതാക്കുക എന്ന, അതെത്ര കിട്ടിയാലും തികയാത്ത ആ ഇന്ദ്രജാലക്കാരി ഇങ്ങനെ വിശ്വം നിറച്ച് വിതച്ചിരിക്കുന്നത്. ഞാനും അത് തന്നെയാണ് കൊതിച്ചു പോയത്. ദ്രവ്യം കിട്ടിയാൽ ഒരു തലയിൽ ചുമന്നാൽ പോലും അത് എത്ര കാലം അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പൊന്നുടയ തമ്പുരാൻ എനിക്ക് ഗുരുവായി വന്നതുകൊണ്ട്, ആലയാത്മ ചൈതന്യം എനിക്ക്, ആ മഹാദേവൻ എനിക്ക് ഗുരുവായി വന്നതുകൊണ്ട് എനിക്കവിടെ നിന്ന്
യാതൊരു ദ്രവ്യവും കിട്ടിയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. പക്ഷേ അന്വേഷണത്തിൻ്റെ ആവശ്യകത കൊണ്ട് ആ സത്യസ്വരൂപനെ ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട്, അമ്മയായി കണ്ടുകൊണ്ട്, അച്ഛനായി കണ്ടുകൊണ്ട്, ഗുരുവായി കണ്ടുകൊണ്ട്, ഒരു സ്നേഹമായി കണ്ടുകൊണ്ട്, ആഹാരം പോലും ത്യജിച്ച്, ഉറക്കം ഉപേക്ഷിച്ച്, പരമാവധി തപസ്സിന് എന്നെ തന്നെ ഞാൻ ബലിയാടാക്കി. ഞാൻ അറിയാതെ എന്നിൽ നിന്നൊരു ദർശനമുണ്ടായി, മക്കൾ പോ, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് എവിടെ നിന്ന്, പുറത്തുനിന്നാണോ, ദൃശ്യമാണോ, ദർശനമാണോ, ദൃക്കിൽ നിന്നാണോ അറിയില്ല. അങ്ങനെ ഭൗതിക തലത്തിൽ ഞാൻ കിടന്നുറങ്ങുന്ന ആ തലത്തിൽ ഒരു ഊർജമെന്നോ, ഒരു ചൈതന്യമെന്നോ, ഒരു നിഷ്കളങ്ക സ്നേഹമെന്നോ പറയുന്ന എന്തോ ഒന്നെൻ്റെ കൂടെ കൂടി. അത് എന്തെന്ന് ഇന്നും എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. കാര്യം ആത്മജ്ഞാനത്തിൻ്റെ ആ അവസാനമൊന്നും നമ്മൾ എത്തിയിട്ടില്ല. പക്ഷേ എനിക്കൊന്നറിയാം, ദൈവമുണ്ട്. ദൈവമുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ ഗുരു വേണം. ഗുരു സത്യസ്വരൂപൻ്റെ സന്തതിയാണെങ്കിൽ തീർച്ചയായിട്ടും സത്യമായി അന്വേഷിക്കുന്ന ഗുരുത്വത്തിൽ അഹങ്കാരം മാറ്റി ആ ഓംകാര സ്വരൂപൻ, ആ ബ്രഹ്മ തേജസ്സും വാക്കുകളുടെ അധിപതിയായ സരസ്വതിയും അവനവനിൽ തന്നെ വന്ന് പതിക്കും. തുടക്കത്തിൽ ഇത് മൂന്നായിട്ട് തോന്നാം. ദൈവമുണ്ടോ? ഗുരുക്കന്മാരെ ഞാൻ എന്തിന് വിശ്വസിക്കണം? അഹങ്കാരം ഒരിക്കലും ഓംകാരത്തെ ഇഷ്ടപ്പെടില്ല. വെളിച്ചമുള്ളിടത്ത് ഇരുട്ട് നിൽക്കില്ല, ഇരുട്ടുള്ളിടത്ത് വെളിച്ചം പെട്ടെന്ന് പാസ് ചെയ്യില്ല. അപ്പോൾ ഭൗതിക സമ്പത്താണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്ന ആ മനുഷ്യരും അവസാനം ദുഃഖങ്ങളും ദുരിതങ്ങളും സമ്പാദിച്ചത് തന്നെ ആരോ മറ്റൊരാളിൻ്റെ രൂപത്തിൽ കൈവിട്ട്, മക്കളോ മരുമക്കളോ ചെറുമക്കളോ അയൽക്കാരോ ചെണ്ടമേളക്കാരനോ ഫ്ലോട്ടുകാരനോ ഇങ്ങനെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ ഇവൻ മാറി ചിന്തിക്കും, ഈ കർമ്മം കൊണ്ട് എന്താണ് ഗുണം? ആ കർമ്മം വളരെ ഭാരമാണ്. അപ്പോഴാണ് കർമാശ്രമത്തിൽ നിന്ന് സത്സംഗാശ്രമം, സജ്ജനങ്ങളുടെ മഹത്തുക്കളുടെ ബോധതലത്തിൽ നിന്ന് അടർന്നു വീഴുന്ന അക്ഷരാംബികയെ സ്വീകരിക്കാൻ വ്യഗ്രത, ഉൾബോധത്തിൽ ഏതായാലും നമ്മൾ ഒരു ഊർജം അല്ലെങ്കിൽ ഒരു ചൈതന്യം ഉണ്ടല്ലോ, എവിടെയൊക്കെയോ നന്മയും തിന്മയും ഉണ്ട്. അങ്ങനെ എനിക്ക് രണ്ടാമത്തെ ഒരു ഗുരുവാണ് ഭഗവതി നാമധേയത്തിൽ ഉദയം ചെയ്ത ശ്രീ ദുർഗാനന്ദ സരസ്വതി എന്ന് പറഞ്ഞ ആ പുണ്യാത്മാവ്, അദ്വൈത വേദാന്തി. ആ ദർശനം, ആ സ്പർശനം, ആ നോട്ടം, ആ ഉറച്ച ഉറപ്പ്, നീ ഇതല്ല, നിന്നിൽ താനായിരിക്കുന്ന ആ ആത്മ, ശിവ, ബ്രഹ്മ എന്നെല്ലാം പറയുന്ന ആ സത്യസ്വരൂപൻ, സത്യമായ പ്രകാശം നിൻ്റെ ശരീരത്തിൽ, നിൻ്റെ ശവത്തിൽ ശിവമായി ഇരിക്കുന്നതിനെ നീ ശ്രദ്ധിക്കുക എന്ന് സത്സംഗത്തിൽ കൂടിയും എൻ്റെ ഉൾബോധ ദർശനത്തിൽ കൂടിയും ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. വലിയ ഒരു വിദ്യാഭ്യാസമില്ലാത്ത ഈ ഉള്ളവന് എൻ്റെ സ്വയംഭൂ മാതാ സങ്കല്പത്തിൽ ഒരു മൺപുറ്റുണ്ടായി. ഈ ഉള്ള ശരീരം എടുത്ത ഞാൻ ഉൾപ്പെടെ ഇവിടെ ജീവിച്ചിരിക്കുന്ന സർവ ഉടലുകളുടെയും പൊരുൾ പഞ്ചതത്വമാണ്.
ഈ മൺപുറ്റിൻ്റെ ഉള്ളിൽ, ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ, സത്യസ്വരൂപനെ കണ്ടെത്തുന്നതിന് വേണ്ടി, ആനന്ദിക്കുന്നതിന് വേണ്ടി ആണ് എല്ലാവരും ജന്മമെടുത്ത് ഈ പരക്കം പായുന്നത്. എവിടെ ചെന്നാൽ ശാന്തി കിട്ടും, എവിടെ ചെന്നാൽ കിട്ടും. ഇത് തന്നിൽ നിന്ന് ഉണർന്നു വന്നില്ലെങ്കിൽ, മൂന്നാം കണ്ണ് ഉദിച്ചില്ലെങ്കിൽ, ജ്ഞാനദൃഷ്ടി ഉദിച്ചില്ലെങ്കിൽ, അവൻ്റെ മുന്നിൽ വന്ന് ഗുരു പ്രത്യക്ഷപ്പെട്ടാലും, ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ടാലും, മാതാപിതാക്കൾ തന്നെ എന്തു തന്നെ കൊടുത്താലും അതെല്ലാം വട്ടപൂജ്യമായിരിക്കും. അഹംകണ്ണ് തുറന്നാൽ മാത്രമേ സർവചരാചരങ്ങളിലും കുടികൊണ്ടിരിക്കുന്ന ശക്തിയുടെയും ചൈതന്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പുഞ്ചിരിയുടെയും സഹകരണത്തിൻ്റെയും സർവ്വതിൻ്റെയും രഹസ്യം അറിയണമെങ്കിൽ എന്നിൽ ഞാനായിരിക്കുന്ന പൊരുള് സർവ്വതിലും നിറഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് കാണിച്ചു തരുന്ന ഒരു സനാതന വിദ്യയാണ്, അറിവാണ്, നിറവാണ്. ചിന്താലേശ്വരൻ്റെ അനുഗ്രഹത്താൽ ദുർഗാനന്ദ ഭഗവാനിലൂടെ, പ്രഭാകരാനന്ദ സരസ്വതിയിലൂടെ എനിക്ക് ഇവിടെ കിട്ടിയത്. ഇതിൻ്റെ രുചി ഭാരതത്തിൽ പിറക്കുന്ന നാളെയല്ല എന്നായാലും ഈ ഭാരതത്തിൽ പിറന്ന ഒരു കുട്ടി പാഴായി പോകാതിരിക്കുവാൻ അവൻ്റെ മാതാപിതാക്കൾക്ക് കരുണയുണ്ടെങ്കിൽ അല്പം സംസ്കാരം ചെറുതിലെ പകർന്നു കൊടുത്ത് ആശ്രമം എന്താണ്, ഗുരുക്കന്മാരെന്താണ്, ഉൾക്കാഴ്ച, അവനവനെ തിരിച്ചറിയുന്നൊരു വിദ്യ എന്താണ് എന്നറിയുവാൻ സദ്ഗുരുക്കന്മാരുടെ ആശ്രമത്തിൽ എത്തിച്ചാൽ അത് ഗുണമാകും, അത് തിരിച്ചറിവുണ്ടാക്കും. അറിവ് പുറത്തുനിന്ന് നേടിക്കോട്ടെ, തിരിച്ചറിവൂടെ നേടിയാൽ അവൻ ആത്മവിശ്വാസം വർദ്ധിക്കും, അവൻ ഇച്ഛാശക്തി വർദ്ധിക്കും, ജ്ഞാനശക്തി വർദ്ധിക്കും. അവന് പൊന്നു തമ്പുരാൻ, പടച്ച തമ്പുരാൻ തൻ പുരത്തിലിരിക്കുന്നു. അവൻ ആർജിച്ച ധനം, അവൻ സംസ്കരിച്ചെടുത്ത സമ്പത്ത്, സംസ്കാര സമ്പന്നനായി അവനെ തന്നെ കടഞ്ഞെടുക്കും. അവൻ ലോകബന്ധുവാകും. അനേകം ഋഷീശ്വരന്മാരും അനേകം പുണ്യാത്മാക്കളും മഹാത്മാക്കളും ഒറ്റയ്ക്ക് വന്ന്, ഒറ്റയ്ക്ക് ജീവിച്ച്, ഒറ്റയ്ക്ക് ധീരതയോടുകൂടി മുന്നോട്ട് പോകുവാൻ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യും പോലെ, നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യും പോലെ സാധനാക്രമം അനുഷ്ഠിച്ചാൽ, ഞാൻ ഇതല്ല, ഞാൻ എവിടെ നിന്നോ വന്നു, എന്തിനു വന്നു, എങ്ങനെ ജീവിക്കണം, എന്തറിയണം, എങ്ങനെ സംസാരിക്കണം, എൻ്റെ മുന്നിലും പിന്നിലും നാല് ചുറ്റും നിറഞ്ഞിരിക്കുന്ന ആ പൊരുൾ എന്താണ്, അതിന് ഞാൻ ബ്രഹ്മത്തെ അറിയണം എങ്കിലേ ബ്രഹ്മാണ്ട രഹസ്യം, ബ്രഹ്മാണ്ട അനുഗ്രഹം അവനവന് സ്വീകാര്യമാകൂ. അല്ലെങ്കിൽ പിണക്കത്തിൻ്റെ സന്തതിയായി, നീറ്റലിൻ്റെ സന്തതിയായി മറ്റുള്ളവരെ മനുഷ്യത്വം മറന്ന് മനുഷ്യനെ കടിച്ചു കീറുന്ന മതങ്ങൾക്കും രാഷ്ട്രീയത്തിനും ജാതിക്കും ഇങ്ങനെ അനവധി ഭേദചിന്തകൾ അവൻ്റെ ഉള്ളിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ അവനിലിരിക്കുന്ന സത്യസ്വരൂപൻ, ആയുസ്സിൻ്റെ നാഥൻ, സദാശിവ ആത്മ ചൈതന്യമെന്താണെന്നറിയുവാൻ സദാശിവാത്മവിചാരം അവൻ അനുഷ്ഠിക്കുവാൻ, അക്ഷരങ്ങളെ അമൃതായി കാണുവാൻ, അവന് കിട്ടിയിരിക്കുന്ന ശരീരം എങ്ങനെയുള്ളതാവട്ടെ, അവന് കിട്ടിയിരിക്കുന്ന പ്രാരാബ്ധം, സുഹൃതം എന്തു തന്നെ ആയാലും അവൻ്റെ ഉള്ളിലേക്ക് നോക്കി സാധന ചെയ്യുവാൻ അവനൊരു അവസരം കിട്ടിയാൽ
അവൻ അത് ഉപയോഗപ്പെടുത്തുക. അത് ബ്രഹ്മാമൃത കലശത്തിൽ ആനന്ദം നിറയ്ക്കും. അത് അനവധി ജീവജാലങ്ങൾക്ക്, ജീവികളെ ആശീർവദിക്കാനും അനുഗ്രഹിക്കാനും അതിലൂടെ, ഈശ്വരനിലൂടെ, ഗുരുവിലൂടെ എനിക്കിത്രയും പറയാൻ കഴിഞ്ഞത് ആ പടച്ച തമ്പുരാൻ്റെ കൃപയാണ്. ഗുരു, വായു, ഉയിര് അപ്പൻ്റെ കൃപയാണ്, ഗുരുവായൂരപ്പൻ്റെ കൃപയാണ്, ധർമ്മശാസ്താവിൻ്റെ കൃപയാണ്, പൊന്നമ്പലമേട്ടിലെ ജ്യോതിയുടെ കൃപയാണ്, ചിന്താലേശ്വരൻ ആത്മാവിൻ്റെ കൃപയാണ്, അയ്യ വൈകുണ്ഠരെ കൃപയാണ്, ഗുരു നാരായണ ഗുരുദേവൻ്റെ കൃപയാണ്. ഈ മഹനീയ അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും നിറവിൻ്റെയും മടിത്തട്ടിൽ വന്ന് പിറന്ന ഓരോ ഭാരതീയ മക്കളും ബോധവാന്മാരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ അവസരം ഇങ്ങനെ പ്രകൃതി ഒരുക്കി തന്നതിന് കോടി കോടി പ്രണാമം.